കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ള മറുപടി ഡൽഹിയിൽ പോയി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോളിസി എന്ന് പറയുന്നത് തോറ്റിട്ടില്ല, ഇനിയിപ്പോൾ തോൽക്കാനായിട്ട് സമ്മതിക്കുമില്ല എന്നുള്ളതാണ്. അതായത് ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ആ അവസരം മാക്സിമം ഉപയോഗിക്കും. അതായത് ആ അവസരം ഗവർണർക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു അവസരമായി തന്നെ അദ്ദേഹം കാണും. അതുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെയുള്ള സമരം ചെയ്യാനായി ഇവിടെ നിന്ന് പോയ സാഹചര്യത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന എല്ലാ അവഗണനകളും എണ്ണി എണ്ണി പറയുന്ന സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണ് കേരളത്തോട് പ്രതികരിക്കുന്നത് എന്ന് കൃത്യമായി അവിടെ പോയി വിളിച്ചു പറഞ്ഞത്. ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എങ്ങനെ ഒരു ഗവർണർ പെരുമാറരുത് എന്ന് ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ അത് ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടു പഠിക്കണം എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി, അതായത് കേരളത്തിലെ ഗവർണർ എന്ന് പറയുന്ന വ്യക്തി പണ്ടത്തെ സാമ്രാജ്യത്വ കാലത്തെ റെസിഡന്റുമാരെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കാണിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം ചാൻസലർ പദവിയിൽ നിന്നുകൊണ്ട് ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്നത് മുതൽ ബില്ലുകൾ തടഞ്ഞു വെച്ചത് മുതൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ടതാണ്. ഗവർണർമാർ എങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന നിയമസഭകളെ നോക്കുകുത്തികളാക്കുന്ന സാമ്രാജ്യത്വ കാലത്തെ റെസിഡന്റുമാരെ പോലെ പെരുമാറുകയാണ്. ഇതുമൂലം ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ നിയമ പോരാട്ടങ്ങളും ജനകീയ പോരാട്ടങ്ങളും വേണ്ടിവരുന്നു. നിയമസഭ അംഗീകരിച്ച ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെയും വഴിയിൽ കുത്തിയിരിപ്പ് നടത്തിയുമുള്ള ഗവർണറുടെ പ്രവർത്തനങ്ങൾക്കാണ് കേരളം വേദിയാകുന്നത്. ചാൻസലർ പദവി ഉപയോഗിച്ച് സർവകലാശാലകളുടെ പ്രവർത്തനം പോലും അട്ടിമറിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങളുടെ നിരാസമായി ഇത് മാറുകയാണ്. അടിയന്തരാവസ്ഥയുടെ അനുഭവമൊഴിച്ചാൽ ഇത്രയും ഗൗരവമേറിയ വെല്ലുവിളികൾ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ നേരിട്ട ചരിത്രമില്ല. അവഗണനയുടെ അനേകം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബദൽ മാർഗങ്ങൾ ഉയർത്തി അതിജീവനത്തിന് കേരളം ശ്രമിക്കുകയാണ്. എന്നാൽ അത്തരം അതിജീവനം പോലും ഉറപ്പിക്കില്ല എന്ന വാശിയോടെ കേന്ദ്രം പ്രതികാര മനോഭാവം തുടരുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കേന്ദ്ര സർക്കാരിനെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്താനുമാണ് സംസ്ഥാനത്തിന് ഇത്തരമൊരു മാർഗം സ്വീകരിക്കേണ്ടി വരുന്നത്. ഗവർണർ സർക്കാർ പോര് തുടങ്ങിയിട്ട് കാലം ഏറെയായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ആ പോര് അതിന്റെ മൂർധന്യ അവസ്ഥയിൽ തന്നെയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ ഒരു പടി പോലും പുറകോട്ട് ഇറങ്ങില്ല എന്ന നിലപാടിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന് നേരിട്ടിറങ്ങി പ്രതികരിക്കാൻ സാധിക്കാത്ത സാഹചര്യമായതുകൊണ്ടാണ് SFI എന്ന സംഘടന ഒരു ചുവട് പോലും പുറകോട്ടില്ലാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്ന വഴിയെല്ലാം തന്നെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ബില്ല് തടഞ്ഞു വെച്ചത് മുതലാണ് യഥാർത്ഥത്തിൽ ഈ പോര് രൂക്ഷമാകുന്നത്. ആദ്യം അല്ലറ ചില്ലറ പോരുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് നിയമത്തിന്റെ മുന്നിൽ പോലും എത്തുന്നത് ആ ബില്ലുകൾ തടഞ്ഞു വെച്ച സാഹചര്യത്തിലാണ്. കേരളത്തിലെ ആ ബില്ലുകൾ, അതായത് കേരളം നിയമസഭയിൽ നിന്നും പാസ്സാക്കിയ ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാസ്സാക്കാതെ തടഞ്ഞു വെക്കുകയായിരുന്നു. അത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സാഹചര്യമായിരുന്നു. ഇതിനെപ്പറ്റി പല ആവർത്തി ചോദിച്ചിട്ടും അദ്ദേഹം വ്യക്തമായി മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ഇതെല്ലാം തന്നെ കോടതിയിലെത്തുന്ന സാഹചര്യമായിരുന്നു. കോടതിയിൽ നിന്നും ഗവർണർക്ക് വിമർശനമേൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഗവർണർ 3-4 ബില്ലുകൾ മാത്രം പാസ്സാക്കിയിട്ട് ഒപ്പിട്ടതിന് ശേഷം ബാക്കി ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യമായിരുന്നു. അതായത് യാതൊരു കാരണവശാലും ഉള്ള പ്രശ്നത്തിൽ ഒരു കോംപ്രമൈസ് എന്ന നിലപാട്, ഒരു ഒത്തുപോകുക എന്നുള്ളൊരു നയം ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല കേരളത്തിൽ പലപ്പോഴുമുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക്, അതായത് കേരളത്തിൽ പലപ്പോഴുമുള്ള സമാധാന അന്തരീക്ഷത്തെ ഒരു സംഘർഷാവസ്ഥയിലേക്കെല്ലാം തന്നെ കൊണ്ടുപോകാനായിട്ട് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടാനായിട്ട് ഗവർണർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, അടിയന്തരാവസ്ഥ കാലത്താണ്
ഇത്ര വലിയ പ്രശ്നങ്ങളെല്ലാം തന്നെ കേരളം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എന്നെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോലും കേരളത്തെ കൊണ്ടുപോകാനായിട്ട് ഗവർണർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ അത് പുതിയൊരു അധ്യായം തന്നെയാണ്. ഇത്തരം ഒരു അവസ്ഥയിലൂടെ കേരളത്തിന് മുൻപ് എങ്ങും തന്നെ പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് മിഠായി തെരുവിലൂടെ അദ്ദേഹം നടത്തിയ ആ പ്രകടനവും മിഠായി തെരുവ് നേരിട്ട് കടകളിലേക്ക് ചെന്നതും അതിനുശേഷം പോലീസുകാരോടാണെങ്കിലും തനിക്ക് നിങ്ങളുടെ ഒന്നും സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല എന്നെല്ലാം, ആ സുരക്ഷയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ സുരക്ഷ പോലും നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം തന്നെയാണ് ഗവർണർ എന്താണ് സംസ്ഥാനത്തോടും എന്താണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനത്തോടും എല്ലാം തന്നെ അദ്ദേഹത്തിനുള്ള നീതി എന്നെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗവർണറുടെ അത്ര വലിയ വിവാദമായ ഒരു സംഭവമാണ് SFI പ്രവർത്തകരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആക്രോശിച്ചത്. അത് സ്വാഭാവികമാണ്. ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമരം എന്ന് പറയുന്നത് തീർത്തും സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഗവർണർക്കെതിരെ ഗവർണറുടെ വഴി തടയുക അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്നത് അതൊട്ടും വലിയ പുതുമയുള്ള കാര്യമൊന്നും തന്നെയല്ല എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴി, അത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വഴി ചോർത്തപ്പെടുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ വഴി തടഞ്ഞുകൊണ്ട് SFI പ്രവർത്തകരെല്ലാം തന്നെ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങുകയും ബ്ലഡി ക്രിമിനൽസ് എന്നെല്ലാം തന്നെ ആക്രോശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഒരു കുത്തിരിപ്പ് സമരം ഉണ്ടായിരുന്നു. കേരളം കുറച്ച് അധികം നാളുകൾക്കായിട്ട് ഈ നിൽപ്പ് സമരവും കുത്തിരിപ്പ് സമരം എല്ലാം തന്നെ മറന്നുപോയ സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും വരികയും ഒരു ഷോപ്പിലേക്ക് കയറി ചെന്ന് അവിടെ കസാരയിട്ടിരിക്കുന്നത്, അത്തരമുള്ള സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കേരളം മറന്നുപോയ പല സമരമുറകളും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കേരളത്തെ നയിക്കാനായിട്ട് ആരിഫ് മുഹമ്മദ് ഖാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ വസ്തുത എന്ന് പറയുന്നത്. പക്ഷേ യാതൊരു കാരണവശാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ നിലപാടുകളോട് യോജിക്കാനായിട്ട് കേരള സർക്കാരിന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയന്റെ അഥവാ കേരള സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ SFIയുമായുള്ള ഒരു സംഘർഷത്തിന് സർക്കാരിന്റെ ആണെങ്കിലും CPIഎമ്മിന്റെ ആണെങ്കിലും മൗന അനുവാദം ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പലപ്പോഴും ഗോവിന്ദൻ മാഷ് ആണെങ്കിലും വന്നിരുന്നുകൊണ്ട് വ്യക്തമായി പറയുന്നുണ്ട്, SFI എന്ന് പറയുന്ന സംഘടന പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതയുണ്ട്, കാവ്യവൽക്കരണം നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശം അത് എല്ലാവർക്കും ഉള്ളതാണ്, അത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു അവകാശമാണ് എന്നെല്ലാം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് CPIഎമ്മിന്റെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും ഒരു പിന്തുണ ആ ഒരു സമരത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതെല്ലാം തന്നെ കാണിച്ചു തരുന്നത്. ഇത്തരമൊരു പിന്തുണ എന്തുകൊണ്ട് SFIക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സർക്കാർ തിരക്കിലായിരുന്നു. കേരളീയമാണെങ്കിലും അല്ലെങ്കിൽ നവകേരള സദസ്സ് തുടങ്ങിയ പരിപാടിയായിട്ട് സർക്കാർ വലിയ തിരക്കിലായിരുന്നു. നേരിട്ട് ഗവർണർ റോഡിലിറങ്ങി പ്രതികരിക്കുന്നത് പോലെ കേരളത്തിലെ റോഡുകളിൽ ഇറങ്ങിക്കൊണ്ട് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു കേരള സർക്കാർ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന വലിയൊരു സംഭവം സർക്കാരിനെതിരെ നിൽക്കുന്ന സാഹചര്യത്തിൽ, അതൊരു വാസ്തവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് റോഡിലിറങ്ങിക്കൊണ്ട് ഗവർണർ കാണിക്കുന്നതിനെതിരെ അതേ ഭാഷയിൽ തന്നെ മറുപടി പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടിയായിരുന്നു. അതുകൊണ്ടാണ് SFI എന്ന് പറയുന്ന വലിയൊരു തുറുപ്പ് ചീട്ടിനെ സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഗവർണർക്ക് സർക്കാരിന്റെ കളികളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്. ഗവർണർ അതുകൊണ്ട് തന്നെയാണ് ഒരു കാല് പോലും പിന്നിട്ട് വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം കേരളം അംഗീകരിച്ച കാര്യമാണ്. അത് കേരളത്തിലെ മന്ത്രിസഭയാണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷമാണെങ്കിലും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് എന്തുകൊണ്ട് അത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്ന് പലപ്പോഴും സംസ്ഥാന സർക്കാർ കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടിയിട്ടില്ല. 60,000 കോടിയോളം രൂപ കിട്ടാനുണ്ട്. കേരളത്തിന് ആകെയുള്ള കടം എന്ന് പറയുന്നത് 56,000 കോടിയാണ്. ഈ 60,000 കോടിയിലേറെ തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാഹചര്യത്തിൽ തങ്ങൾക്ക് കടം ഉണ്ട് എന്ന് പറയുന്നത് വസ്തുതയല്ല എന്ന് പലപ്പോഴായിട്ട് കേരളം പല ആവർത്തി പറയുന്നുണ്ട്. ചില കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് കേരളം ഇത് ആവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് വിഹിതം കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കുന്ന സാഹചര്യത്തിൽ, കേരളം അതിനെ ചെറുത്തുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ, അതിജീവനമാണ് കേരളത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സാഹചര്യത്തിൽ കേരള ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കട്ടെ എന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുകയാണ്. അതായത് ഭയപ്പെടുത്തുകയായിരുന്നു സംസ്ഥാന സർക്കാരിനെ. കേരളത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു നീക്കത്തിൽ നിന്നും ഗവർണറെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് സർക്കാരിന്റെ അജണ്ട തന്നെയായിരുന്നു. പക്ഷെ അതിന് പ്രത്യക്ഷമായി ഇറങ്ങിത്തിരിക്കുക സാധ്യമല്ല എന്നുള്ളതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.
ഗവർണറുടെ ഈ രീതികളും നയങ്ങളും എല്ലാം തന്നെയാണ് ഇനി ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്കെല്ലാം പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ കേരളം എന്ന് പറയുന്ന ആ ഒരു ഫെഡറൽ സംവിധാനത്തെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നവകേരള സദസ്സ് എന്നുള്ളൊരു യാത്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ജനങ്ങളെ വസ്തുത പറഞ്ഞ് ബോധിപ്പിക്കണം എന്നുള്ള എന്തെല്ലാമാണ് സംസ്ഥാന സർക്കാർ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ വികസനങ്ങളും ആ നേട്ടങ്ങളും ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുക തന്നെ വേണം. അതേസമയം തന്നെ അതിനെ ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ള ഫണ്ട് നൽകുന്നില്ല എന്നുകൂടി ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്ന ഒരു മറ്റൊരു ഹിഡൻ അജണ്ട കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ സംസ്ഥാന സർക്കാരിന് അതിൻ്റെ ഒരു പകുതിയിൽ ഏറെ തന്നെ അത് ഒരു പരിപൂർണമായ നിലയിൽ എന്ന പോലെ അദ്ദേഹത്തിന് അത്തരമൊരു കർത്തവ്യം എല്ലാം തന്നെ നിറവേറ്റാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിലെ മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഗവർണർക്കെതിരെ നടന്ന മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഗവർണർക്കെതിരെ നടന്ന മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ സാഹചര്യത്തിലെല്ലാം തന്നെ പോലീസിന് നേരെ താക്കീതുകളായി വരുന്ന സാഹചര്യമായിരുന്നു. അതായത് കേരള പോലീസിനെ നേരിട്ടിറങ്ങിക്കൊണ്ട് റോഡിൽ വെച്ചുകൊണ്ട് ചീത്ത വിളിക്കുന്ന സംഭവമെല്ലാം തന്നെ ഉണ്ടാകുന്നു. അത്തരത്തിൽ വളരെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇന്ന് ഡൽഹിയിൽ പോയിട്ട് പറഞ്ഞത് ഗവർണർ പെരുമാറുന്നത് സാമ്രാജ്യത്വ കാലഘട്ടത്തിലെ പോലെയാണ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ കാലഘട്ടമെല്ലാം തന്നെ കഴിഞ്ഞു പോയിട്ട് കാലങ്ങളേറെയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ഇത്രയും സാക്ഷരതയും ഇത്രയധികം ഒരുപക്ഷെ ഒരുപാട് നയങ്ങളിലും ഒരുപാട് നിയമങ്ങളിലും എല്ലാം തന്നെ വ്യത്യസ്തത പാലിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൽ വന്നിട്ട് ഇത്തരം ധാർഷ്ട്യത്തോടു കൂടിയുള്ള പെരുമാറ്റം എല്ലാം തന്നെ നടത്തുന്നു എന്ന് അദ്ദേഹം ഡൽഹിയിൽ പോയി മറുപടി പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് വ്യക്തമാക്കി തരുന്നത് കേരളത്തിന്റെ അജണ്ട തന്നെയാണ്, കേരളത്തിന്റെ ആ ധൈര്യം തന്നെയാണ്. കാരണം ഇങ്ങ് കേരളത്തിൽ നിന്ന് മറുപടി പറയുകയായിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ പോയി നേരിട്ട് പോയി അവിടെ ഇരുന്നു കൊണ്ടാണ് എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് എന്ന് വ്യക്തമായി തന്നെ പറയുന്ന സാഹചര്യമായിരുന്നു. പലപ്പോഴായിട്ട് കേരളം ഇത് ആവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെയാണെങ്കിൽ പോലും കേരളം അത് ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. ഇത്തരം ഒരു ധൈര്യം കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം കേന്ദ്രം ഇത്തരം ഒരു അവഗണന കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ഒരു നീക്കുപോകാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഡൽഹിയിൽ നേരിട്ടെത്തി സമരം ചെയ്യുന്നത്. കേരളം 2018 ആഹ്വാനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 2018 മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഇതേ മോഡൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ വീണ്ടും ഇതേ നയം തന്നെ നടപ്പിലാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കേരളം എന്താണ് പറയുന്നത്, കേരളത്തിന്റെ ഈ ധീരമായുള്ള ഈ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അഥവാ BJP ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുന്ന ഒരു ചരിത്രം കേരളത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഏത് മുന്നണിയാണെങ്കിൽ പോലും കേരളത്തിന് അത്തരമൊരു ചരിത്രമില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി നൽകിയിരിക്കുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. അത് പലപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാന് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടോ ആ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാനായിട്ട് തയ്യാറാക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രകടനമായിരുന്നു നിയമസഭയുമായി ബന്ധപ്പെട്ട്, നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം 1 മിനിറ്റ് 17 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമായിരുന്നു. ഈ സാഹചര്യമെല്ലാം തന്നെ ഗവർണർ എങ്ങനെയാണ് സർക്കാരിനോട് പടപൊരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒരു ഇരട്ടത്താപ്പാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അതായത് പ്രത്യക്ഷമായി ഒന്നിലേക്കും ഇറങ്ങിത്തിരിക്കുന്നില്ല, പക്ഷേ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ കൃത്യമായി തന്നെ നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സാരം. അതായത് ഗവർണർക്കെതിരെ ആക്ഷേപമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗവർണർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്, ഗവർണർക്കെതിരെ പ്രത്യക്ഷമായി പടപൊരുതുന്നുമുണ്ട്. ഗവർണർക്കെതിരെ ശബ്ദമുയർത്താതെ മൗനമായി ഇരിക്കുന്ന സാഹചര്യം കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അതേസമയം തന്നെ ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർക്കെതിരെ ഒരു വാക്ക് പോലും അടിക്കാതെ, മിണ്ടാതെ, ഉരിയാടാതെ സർക്കാർ അത്തരമൊരു നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ നയപ്രഖ്യാപന പ്രസംഗം വെറും 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഗവർണർ ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ അവിടെ ധാർഷ്ട്യക്കാരനാകുന്നത് ഗവർണർ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് അത് നയിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന വസ്തുത എന്ന് പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ രീതികളും നീക്കങ്ങളെല്ലാം തന്നെ തീർത്തും സ്വാഭാവികമാണ്. പക്ഷേ ഈ നീക്കങ്ങളിൽ അറിയാതെയെങ്കിലും അടിതെറ്റിപ്പോകുന്നത് ഗവർണർക്കാണ്.